കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ ഉത്സവത്തിന് ഇന്ന് തുടക്കം. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പതാക ഉയർത്തുന്നതോടെ മഹാമാഘത്തിന് തുടക്കമാകും. 2.5 നൂറ്റാണ്ടിനു ശേഷമാണ് തിരുനാവായ മഹാമാഘ ഉത്സവം നടക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ടി.കെ. അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, ഗവർണർ ധ്വജമുയർത്തുന്നതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു. എന്തൊക്കെ ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയായിട്ടുണ്ട്? ഏതൊക്കെ വിശിഷ്ട വ്യക്തികൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്? രാജേഷ്, കേരളത്തിൻ്റെ കുംഭമേളയ്ക്ക് അല്പസമയത്തിനകം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പതാക ഉയർത്തും. ഇതിനുള്ള കൊടിമരമാണ് എനിക്ക് പിറകിൽ ഇവിടെ സജ്ജമായിട്ടിരിക്കുന്നത്. ഗവർണർ അല്പം മുമ്പാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ അദ്ദേഹം നവാമുകുന്ദ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ്. അത് കഴിഞ്ഞ് അല്പസമയത്തിനകം അദ്ദേഹം പതാക ഉയർത്തുന്നതിനായി ഇവിടെ എത്തും. ധർമ്മധ്വജം ഉയർത്തിയതിനു ശേഷം അദ്ദേഹം ഉദ്ഘാടന വേദിയിലെത്തും. അവിടെ കേരളത്തിൻ്റെ ഈ കുംഭമേളയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. നമുക്കറിയാം, 2.5 പതിറ്റാണ്ടിന് ശേഷമാണ് കേരളത്തിൽ തിരുനാവായിൽ ഇത്തരത്തിലൊരു മഹാമാഘ ഉത്സവം നടക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. 1755 അവസാനമായി കുംഭമേള തിരുനാവായിൽ നടന്നത്. അതിനുശേഷം ഇപ്പോഴാണ് 271 വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു ഉത്സവം ഇവിടെ നടക്കുമ്പോൾ ഇത് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഭക്തജനങ്ങളുമെല്ലാം. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സന്യാസി വര്യന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സന്യാസിമാരെ ഒഴുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഈ പതാക ഉയർത്തുന്ന ഈ സമയത്ത് തന്നെ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ പൊള്ളാച്ചിയിലെ തിരുമലയിൽ നിന്ന് പ്രത്യേക രഥയാത്ര പുറപ്പെടും. ആ രഥയാത്ര 22-ന് ഇവിടെ എത്തും. അതിനുശേഷം അടുത്ത 3-ാം തീയതി വരെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ പ്രത്യേക പൂജകളും പരിപാടികളും ഉണ്ടാകും. ഇതിൽ ഏറ്റവും ആകർഷണീയമായ കാര്യം, വിശ്വാസികൾ കാത്തിരിക്കുന്ന ഒരു കാര്യം, നിള സ്നാനവും നിള ആരതിയുമാണ്. ഇന്ന് രാവിലെ ഇവിടെ നിള ആരതിക്ക് തുടക്കം കുറിച്ചുണ്ടായി. സഭാപതിയായ സ്വാമിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം അതിന് നേതൃത്വം കൊടുക്കുകയും അതിനുശേഷം ഇനി എല്ലാ ദിവസങ്ങളും ഇത്തരത്തിൽ ഇവിടെ നിള പൂജയും അതുപോലെ തന്നെ നിള ആരതിയും നടക്കും. അടുത്ത 3-ാം തീയതി വരെ ഇത്തരം പരിപാടികൾ ഇവിടെ നടക്കും. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ആയി കഴിഞ്ഞു. അല്പസമയത്തിനകം ഗവർണർ ഇവിടെ പതാക ഉയർത്താനായി എത്തും. രാജേഷ്, കേരളത്തിന് പുറത്തുനിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ ഉൾപ്പെടെ നിരവധി പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയായിരിക്കുന്നു. സ്നാനത്തിന് തുടക്കമാകുന്നു. ഈ ചടങ്ങുകളൊക്കെ ആകുമ്പോൾ അറിയാം, കേരളത്തിന് ഉള്ളിലും അകത്തും പുറത്തു നിന്നുമുള്ള നിരവധി തീർത്ഥാടകരൊക്കെ എത്തുന്ന ഒരു സാഹചര്യം, വിശ്വാസികൾ എത്തുന്ന സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിൽ എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടെ? തീർച്ചയായും കേരളത്തിൻ്റെ അടുത്ത കാലത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്ര വലിയൊരു മഹാമേള വിശ്വാസപരമായി ഇവിടെ തിരുനാവായിൽ നടക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം അധികൃതർ ചെയ്തിട്ടുണ്ട്. ആദ്യം അധികൃതരുടെ ഒരു തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അനുമതി ലഭിച്ചതിന് ശേഷം കൃത്യമായ സർക്കാരിൻ്റെ ഇടപെടലുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കനത്ത സുരക്ഷാ സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഗവർണർ ഇവിടെ എത്തും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നിളാപരപ്പിലാണ് പരിപാടി നടക്കുന്നത്. നിളാപരപ്പിൽ പ്രത്യേകമായി യജ്ഞശാലയും നിള സ്നാനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. 22 മുതലാണ് ഇത്തരത്തിൽ നിളയിൽ പുഴയ്ക്ക് അക്കരയായി ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുക. അതിനുള്ള താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. സന്നദ്ധ സംഘടനകളുണ്ട്, പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. അങ്ങനെ കുംഭമേളയ്ക്ക് ആവശ്യമായുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 50,000-ഓളം പേർ പ്രതിദിനം ഇവിടെ എത്തുമെന്നാണ്, 3-ാം തീയതി വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ എത്തുന്ന ആളുകൾക്കായി KSRTC 100ഓളം സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും അധികൃതരുടെ ഭാഗത്തുനിന്നും സംഘാടകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇത് കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു കാര്യം ഉണ്ടാകുന്നത്. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. രാജേഷ്, അരവിന്ദൻ, നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അവിടെ പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നതാണോ അതോ ഗവർണറെ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണോ? എന്തൊക്കെയാണ്? മാത്രമല്ല, പ്രത്യേക പൂജകൾ എന്തൊക്കെയാണ് ഇന്ന് മുതൽ നടക്കുക? അതിനൊക്കെ നേതൃത്വം നൽകുന്നത് ആരൊക്കെയാണെന്നുള്ള സാഹചര്യം ഇപ്പോൾ പറയാൻ കഴിയുമോ? ഗവർണറെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാനാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കഴിഞ്ഞ 16-ാം തീയതി മുതൽ തന്നെ ഇവിടെ മഹാമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരുന്നു. പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട്. ആദ്യമായി പ്രായശ്ചിത്ത പൂജകളാണ് നടന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ ഗണപതി ഹോമം നടന്നു. അതിനുശേഷം ഇനി വരും ദിവസങ്ങളിലെല്ലാം പ്രത്യേക പൂജകളുണ്ടാവും. ഇതിലേറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം, ഭാരതത്തിലെ വിവിധ സാമ്പ്രദായിക സന്യാസി സമൂഹത്തിൽ നിന്നുള്ള വ്യത്യസ്തമായ
ആചാര രീതികൾ എല്ലാ സാമ്പ്രദായിക സന്യാസി സമൂഹവും ഇവിടെ ഒത്തുചേരുന്നു. വിവിധ സമ്പ്രദായങ്ങളിലുള്ള പൂജകൾ ഇവിടെ നടക്കുന്നു. അത്തരത്തിൽ സമൂഹത്തിലെ എല്ലാ ആളുകളെയും ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഇവിടെ നടക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പതാക ഉയർത്തുന്നതിനായി അല്പസമയത്തിനകം തന്നെ ഗവർണർ അവിടേക്ക് എത്തിച്ചേരും. ഗവർണറെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകരും ഭക്തരും. കേരള കുംഭമേളയ്ക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കൊടി ഉയർത്തും. ഇതിനുള്ള കൊടിയും കൊടിമരവും അങ്ങാടിപ്പുറം ആലിപ്പറമ്പ് കളരിയിൽ നിന്നും ഘോഷയാത്രയായിട്ടാണ് എത്തിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിലെ സന്യാസിമാർ നീള സ്നാനത്തിനായി തിരുനാവായയിൽ ഇന്നലെ മുതലേ എത്തിച്ചേർന്നിരുന്നു. ഫെബ്രുവരി 3 വരെയാണ് മഹാമാഘ ഉത്സവം എന്ന പേരിൽ കുംഭമേള ഇപ്പോൾ നടക്കുന്നത്. തമിഴ്നാട്ടിലെ ത്രിമൂർത്തി മലയിൽ നിന്നും ശ്രീചക്രവുമായുള്ള രഥയാത്രയും തിരുനാവായയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ധ്വജം ഉയർത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഗവർണർ അവിടെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. വിവിധ സന്യാസി ശ്രേഷ്ഠന്മാരും പ്രമുഖരും വിവിധ സംഘടനാ ഭാരവാഹികളും വിശ്വാസികളും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിന് പുറത്തു നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. 271 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള മഹാകുംഭമേള തിരുനാവായയിൽ നടക്കുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ധ്വജമുയർത്തുന്നത്. ഇതോടുകൂടി ആ കുംഭമേളയ്ക്ക് തുടക്കമാകുന്നു. അല്പസമയത്തിനകം തന്നെ ഗവർണർ ഇവിടെ എത്തിച്ചേരും. പ്രത്യേക പൂജകളും ചടങ്ങുകളും ഇതിനോട് അനുബന്ധിച്ച് നടക്കുന്നു. വിവിധ സന്യാസി ശ്രേഷ്ഠന്മാരും ഈ പൂജകൾക്ക് നേതൃത്വം നൽകുന്നു. കാലചക്രം ബലി എന്ന പൂജയും ഇന്ന് നടക്കുന്നുണ്ട്. വൈകിട്ട് 6 മുതൽ രാത്രി 11 വരെയാണ് പൂജ നടക്കുക. ആചാര്യൻ കുഞ്ഞിരാമൻ പണിക്കരാണ് നേതൃത്വം നൽകുന്നത്. പര എന്ന ദേവതാഭാവത്തെ പ്രോജ്വലിപ്പിക്കുന്ന ആരാധനാ സമ്പ്രദായമാണ് ഇതെന്ന് നേരത്തെ തന്നെ സന്യാസി ശ്രേഷ്ഠന്മാർ പറഞ്ഞിരുന്നു. ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന സ്വാമി അഭിനവ ബാലാനന്ദ ഭൈരവ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. 2.5 നൂറ്റാണ്ടിലേറെയുള്ള കാലങ്ങൾക്ക് ശേഷമാണ് നീളാതീരത്ത് ഈ പൂജ നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ വിവിധ പൂജകളും ചടങ്ങുകളും നടന്നിരുന്നു. ശ്രാദ്ധം ഉൾപ്പെടെയുള്ള പിതൃകർമ്മങ്ങൾ നടന്നിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ അരവിന്ദൻ നൽകും. അരവിന്ദൻ, ഈ ധ്വജം ഉയർത്തുന്നത് അല്ലെങ്കിൽ പതാക ഉയർത്തുന്നതിന് പ്രത്യേക സമയം അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടോ? അതിന് വേണ്ടിയിട്ടാണോ കാത്തു നിൽക്കുന്നത്? ഗവർണർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് അറിയുന്നു. ഗവർണറെ ആനയിച്ച് ഇനി ഇപ്പോൾ കൊടി ഉയർത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണോ സാവകാശമാണോ ഇപ്പോൾ എടുക്കുന്നത്? പതാക ഉയർത്താൻ 11 മണിക്ക് ശേഷം പതാക ഉയർത്താമെന്നാണ് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗവർണറെ കാത്തു നിൽക്കുകയാണ്. ഗവർണർ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ദർശനം നടത്താനായി സമയത്തുള്ള നവാമുകുന്ദ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തും. ദർശനം പൂർത്തിയാക്കിയിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തും. 11 മണിക്ക് ശേഷം ധ്വജം ഉയർത്തുക എന്നുള്ളതാണ് കാര്യപരിപാടിയിലുള്ളത്. അതിനുശേഷം ഉദ്ഘാടന പരിപാടി നടക്കും. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി ഈ മഹായജ്ഞത്തിനുള്ള തുടക്കം ഇവിടെ കുറിക്കുക. മാഘമകം നമുക്കറിയാം വളരെ വിശേഷമായുള്ള ഒരു കാര്യമാണ്. ഭാരതത്തിൽ വളരെ പുണ്യമെന്ന് കരുതുന്ന തിരുനാവായിൽ തന്നെ അത്തരത്തിലുള്ള ചടങ്ങ് നടക്കുമ്പോൾ അതിൽ പങ്കാളികളാവാൻ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, മുതിർന്നവരുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പുതിയൊരു അനുഭവം, നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിന്നുപോയ ഒരു കാര്യം വീണ്ടും പുനരുജ്ജീവിപ്പിക്കുമ്പോൾ അത് അനുഭവിക്കാനും അതിൽ പങ്കാളികളാവാനുമായി എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 1755 അവസാനമായി ഈ തിരുനാവായിൽ ഇത്തരത്തിൽ ഒരു ചടങ്ങ് നടന്നത്. സാമൂതിരിയെ പരാജയപ്പെടുത്തി
ബ്രിട്ടീഷുകാർ ഭരണം ഏറ്റെടുത്തോടുകൂടി അവിടെ നിന്നു പോവുകയായിരുന്നു. ഈ മഹാമകത്തിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ആദ്യകാലത്ത് ചേരമാൻ പെരുമാൾമാരുടെ കാലഘട്ടത്തിലാണ് ആദ്യമായി തിരുനാവായയിൽ ഇത്തരമൊരു ഉത്സവം നടന്നിരുന്നത്. ഇത് ആത്മീയം മാത്രമല്ല, ഭാരതത്തിൻ്റെ ഒരു വാണിജ്യ ഉത്സവം കൂടിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് ഈ ആത്മീയ കാര്യങ്ങൾ നടക്കുന്നതിനോടൊപ്പം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി എല്ലാം വ്യാപാരികൾ ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ പൊതുവായുള്ള ഒരു മഹോത്സവമായി നടത്തിയിരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നീട് ചേരമാൻ പെരുമാളുടെ കാലശേഷം വള്ളുവക്കോനാതിരിക്കാണ് ഇവിടെ അധികാരം കിട്ടിയത്. വള്ളുവക്കോനാതിരി കീഴിൽ ഇത്തരത്തിൽ മഹാമകം നടന്നിരുന്നു. പിന്നീട് അത് വള്ളുവക്കോനാതിരിയെ സാമൂതിരി കീഴ്പ്പെടുത്തിയതോടുകൂടി സാമൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ മഹാമകം നടന്നിരുന്നത്. അപ്പോഴേക്കും ഇത് മാമാമകം എന്ന പേരിലാണ് ഇത്തരത്തിലും ഒരു ചടങ്ങ് നടന്നിരുന്നത്. ഇവിടെ വള്ളുവക്കോനാതിരിയും സാമൂതിരിയും തമ്മിലുള്ള അധികാര തർക്കങ്ങൾ പലപ്പോഴും ഇവിടെ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഏതായാലും അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പിന്നീട് 1755 നിന്നുപോയ ആ ചരിത്രം വീണ്ടും ഇവിടെ പുനരുജ്ജീവിപ്പിക്കുകയാണ്. പുരാതന കേരളത്തിൻ്റെ സാംസ്കാരിക പെരുമ വീണ്ടും ഉയർത്തിക്കാട്ടാൻ സംഘാടകർ ഇതിനുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. മാതാ അമൃതാനന്ദമയി മഠം ഇതിനോട് വളരെ അധികം സഹകരിക്കുന്നുണ്ട്. ജുന അഖാഡയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ മാഘമകം നടക്കുന്നത്. ജുനാഗഡ അഖാഡയുടെ അധിപൻ മഹാമണ്ഡലേശ്വർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് ഗവർണർ ഇവിടെ എത്തുന്നു. പതാക ഉയർത്താനായി ഗവർണർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാതാ അമൃതാനന്ദമയി മഠം താനൂർ മഠത്തിലെ മഠാധിപതി ഇവിടെ സന്നിധരായിട്ടുണ്ട്. അങ്ങനെ വിവിധമായുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാം ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗവർണർ വേദിയിലേക്ക് പതാക ഉയർത്തുന്നതിനായി വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രദർശനം അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു. ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. 2.5 നൂറ്റാണ്ടിന് ശേഷം ഇത്തരത്തിലൊരു ഉത്സവം വീണ്ടും ഇവിടെ അരങ്ങേറുമ്പോൾ അതിൽ പങ്കാളികളാവാൻ എല്ലാ തരത്തിലുള്ള ആളുകൾ ഇവിടെ എത്തുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മഹാമകം നടക്കുന്ന ഈ വേളയിൽ സപ്തനദികൾ ഭാരതപ്പുഴയിലൂടെ ഒഴുകുന്നു എന്നാണ് സങ്കല്പം. അതിനാൽ തന്നെ ഈ സമയത്ത് ഭാരതപ്പുഴയെ പൂജിക്കാനും ഒപ്പം തന്നെ നിള ആരതി എന്ന് പറയുന്ന ആ കാര്യത്തിൽ പങ്കെടുക്കാനും നിളയിൽ സ്നാനം ചെയ്യുന്നതിനും എല്ലാം വലിയ പുണ്യമുണ്ട് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഘാടകർ ഇവിടെ നടത്തുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഭക്തജനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിന്നുപോയ ഒരു കാര്യം, ആത്മീയമായ സാംസ്കാരികമായ വാണിജ്യപരമായ ഒരു ഉത്സവം വീണ്ടും തിരുനാവായയുടെ മണ്ണിൽ അരങ്ങേറുമ്പോൾ, മാമാങ്കത്തിൻ്റെ മണ്ണിൽ അരങ്ങേറുമ്പോൾ അതിനെ എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഏറ്റെടുക്കുന്നത്. സന്യാസി ശ്രേഷ്ഠർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വിവിധ മഠങ്ങളിലുള്ള എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ കുംഭമേള കഴിഞ്ഞ് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിനുശേഷം ഇങ്ങ് തെക്കേ ഇന്ത്യയിൽ ഇത്തരത്തിലൊരു ഉത്സവം നടക്കുമ്പോൾ അതിൽ പങ്കാളികളാകാനുള്ള ശ്രമത്തിലാണ്, അതിനുള്ള കാര്യത്തിലാണ് എല്ലാ ആളുകളും ഉള്ളത്. സംഘാടകർ അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോഴും അല്പസമയത്തിനകം ഇവിടെ ഇത്തരത്തിൽ പതാക ഉയർത്തൽ ചടങ്ങ് ആരംഭിക്കും. ഗവർണർ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ മഹാമാഘത്തിൻ്റെ സഭാധിപതിയായ മണ്ഡലേശ്വർ ഇവിടെ ഇതിന് നേതൃത്വം കൊടുക്കുന്നു. ഒപ്പം മാതാ അമൃതാനന്ദമയി മഠത്തിലെ സന്യാസിമാരും ഒപ്പം തന്നെ മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാരുമെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ മാതാ അമൃതാനന്ദമയി മഠത്തിലെ താനൂർ മഠാധിപതി അതുല്യാമൃത പ്രാണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി സന്യാസിമാരും മറ്റും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുന്ന ഈ മഹാമാഘം ഒരു ഉത്സവമാക്കി മാറ്റുകയാണ് തിരുനാവായിലെ ജനങ്ങളും ഒപ്പം വിവിധ സന്യാസി സമൂഹവും എല്ലാം ചേർന്ന്. രാജേഷ്. അരവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഗവർണർ പതാക ഉയർത്തുന്നതോടുകൂടി ഔദ്യോഗികമായി ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു. വിശ്വാസികൾ, വിവിധ സംഘടനകൾ, മാതാ അമൃതാനന്ദമയി മഠം ഉൾപ്പെടെ ഇതുമായി സഹകരിക്കുകയാണ്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അതിനൊപ്പം പതാക ഉയർത്തുന്നതോടുകൂടി ഗവർണർ പതാക ഉയർത്തുന്നതോടുകൂടി ഔദ്യോഗികമായ കുംഭമേളയ്ക്ക് തുടക്കമാകുന്നു. അരവിന്ദൻ, ഒരുപക്ഷെ ഇത്രയും കാലയളവിന് ശേഷം 271 വർഷങ്ങൾക്ക് ശേഷം കുംഭമേള തിരുനാവായിലെത്തുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ്, അല്ലെങ്കിൽ വളരെ ഭക്തിസാന്ദ്രമായിട്ടാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ മഠാധിപതികൾ കാണുന്നത്, സന്യാസി ശ്രേഷ്ഠർ കാണുന്നത്. അവരൊക്കെ ഈ വിശ്വാസത്തെ എങ്ങനെയാണ് നമ്മളോട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത്? ഒരുപക്ഷെ ആ തിക്കും തിരക്കും അല്ലെങ്കിൽ ആ
മുഹൂർത്തമായതുകൊണ്ട് നമ്മളോടൊപ്പം പ്രതികരിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞില്ലായിരിക്കാമെങ്കിലും വിശ്വാസികൾ അല്ലെങ്കിൽ സന്യാസി ശ്രേഷ്ഠർ ഒക്കെ എങ്ങനെയാണ് ഈ മുഹൂർത്തത്തെ, ഈ ഭക്തിസാന്ദ്രമായ മുഹൂർത്തത്തെ അല്ലെങ്കിൽ കുംഭമേളയെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്? കാരണം ഇത്രയും കാത്തിരുന്ന ഒരു മുഹൂർത്തം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിൽ നേരത്തെ ചെറിയ വിവാദങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. രാജേഷ്, തീർച്ചയായും നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിന്നുപോയ ഒരു മഹോത്സവം ഇവിടെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ട്. ശ്രീ മാതാ അമൃതാനന്ദമയി മഠത്തിലെ താനൂർ മഠാധിപതി ആണ് അവർ 2014 അവരും തിരു ദിനേശ് എന്ന് പറയുന്നൊരു വ്യക്തിയും ചേർന്നാണ് 2016 ഇവിടെ മഹാമഹത്തിൻ്റെ ഒരു ചെറിയ തുടക്കം കുറിച്ചത്. ഭാരതപ്പുഴയുടെ ഉത്സവവുമായി ആ കാര്യം അവർ തുടങ്ങി. ആ 2016 തുടങ്ങി വെച്ച ആ ഉത്സവമാണ്, പുനരുജ്ജീവിച്ച ആ ഉത്സവമാണ് 10 വർഷത്തിന് ശേഷം ഇപ്പോൾ ഒരു മഹാമാഘമായി മാറുന്നത്. മഹാമാഘത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ചിങ്ങം രാശിയിൽ വ്യാഴം എത്തുമ്പോഴാണ് ഇവിടെ ഈ ഉത്സവം നടക്കുന്നത്. ഈ സമയത്ത് ഗംഗാദേവി ഗംഗാദേവിയും അതുപോലെ സപ്തനദികൾ ഭാരതപ്പുഴയിലൂടെ ഒഴുകി എത്തുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തിലാണ് ഇവിടെ ഈ സമയത്ത് തിരുനാവായയിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടി ആളുകൾ എത്തുന്നത്. നമുക്കറിയാം, തിരുനാവായ പിതൃക്കൾക്ക് ബലികർമ്മങ്ങൾ നടത്താൻ ഏറെക്കാലമായി വലിയ തിരക്കാണ് അനുഭവിക്കുന്നത്. ഇവിടെ ബലികർമ്മങ്ങൾ നടക്കുന്നത് പുണ്യകർമ്മമായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത്. അത്തരത്തിൽ ആത്മീയമായി വളരെയധികം ആത്മീയമായി ഉള്ള അന്തരീക്ഷമുള്ള ഒരു പ്രദേശമാണ് തിരുനാവായ. അതിനാൽ തന്നെ ഇവിടെ എത്തുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഗവർണർ പതാക ഉയർത്തുന്നതിനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് അകം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ മഹാമഹത്തിൻ്റെ ധ്വജം ഇവിടെ ഈ വേദിയിൽ ഉയർത്തപ്പെടും. ഗവർണർ അതിന് നേതൃത്വം കൊടുക്കും. അതിനുശേഷം ഈ കേരളത്തിൻ്റെ ഉത്സവമായ കുംഭമേളയായി, തെക്കേ ഇന്ത്യയുടെ കുംഭമേളയായി തിരുനാവായിലെ ഈ ചടങ്ങ് മാറും. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഗവർണർ അല്പസമയത്തിന് മുൻപ് അദ്ദേഹം എത്തി. അദ്ദേഹം ഇപ്പോൾ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ദർശനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആ ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തുക. ഇവിടെ ഈ ധ്വജത്തിൽ പതാക ഉയർത്തും. അതിനുശേഷം ഇവിടെ വേദിയിൽ ഇതിൻ്റെ ഉദ്ഘാടന പ്രസംഗം നടക്കും. സംഘാടകരെല്ലാം ഇതിൽ എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കി. നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ, ചില എതിർപ്പുകളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത്തരം എതിർപ്പുകളില്ല. സർക്കാർ സംവിധാനങ്ങളെല്ലാം കുംഭമേളയ്ക്കായുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നു. KSRTC ഏതാണ്ട് 100ഓളം സർവീസുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ എത്തിക്കാനായി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനകളുടെ സേവനമുണ്ട്, പോലീസുണ്ട്. ഭാരതപ്പുഴയിലെ ഒഴുക്ക് കണക്കിലെടുത്തുള്ള സുരക്ഷാ സന്നാഹങ്ങൾ, ബോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ നിളസ്നാനവും വൈകിട്ട് നിള ആരതിയും ഇവിടെ നടക്കും. അതുമാത്രമല്ല, ഈ ദിവസങ്ങളിൽ ഒട്ടേറെ വിശേഷ ദിവസങ്ങളുണ്ട്, വിശേഷ പൂജകൾ നടക്കുന്ന ദിവസമുണ്ട്. 16-ാം തീയതിയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ആരംഭിച്ചത്. അന്ന് പ്രായശ്ചിത്ത കർമ്മങ്ങളായിരുന്നു നടന്നത്. അതിനുശേഷം ഇന്നലെ വരെ ഇത്തരം ചടങ്ങുകൾ നടന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മഹാഗണപതി ഹോമം നടന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഇവിടെ പതാക ഉയർത്തുന്ന അതേ സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. മന്ത്രത്താൽ മുഖരിതമാകുന്ന ഒരു നിമിഷം. ഈ ഒരു പുണ്യ നിമിഷത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു ഭക്തർ. അല്പസമയത്തിനകം തന്നെ സംസ്ഥാന ഗവർണർ പതാക ഉയർത്തുന്നതോടുകൂടി കുംഭമേളയ്ക്ക് തുടക്കമാകുന്നു. അവരുടെ ഒരു സന്തോഷം, അല്ലെങ്കിൽ വളരെ ഭക്തിസാന്ദ്രമായ ഈ മുഹൂർത്തം, വർഷങ്ങൾക്ക് ശേഷം കാത്തിരിപ്പിനൊടുവിൽ ഇങ്ങനെ ഒരു കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൻ്റെ ചൈതന്യം ഒക്കെ പങ്കുവയ്ക്കാൻ സംഘടനകൾക്കും മഠാധിപതിമാർക്കും സന്യാസി ശ്രേഷ്ഠർക്കൊക്കെ താല്പര്യമുണ്ടാകും. അവർക്കതിന് സമയമുണ്ടോ എന്ന് ഒരുപക്ഷെ അറിയാൻ കഴിയില്ല ഈ മുഹൂർത്തമായതുകൊണ്ട്, പ്രത്യേകിച്ച് പതാക ഉയർത്തൽ ചടങ്ങായതുകൊണ്ട്. എങ്കിലും അരവിന്ദൻ, നമുക്ക് അവരുടെ കൂടി ഒരു ഭക്തിസാന്ദ്രമായ ഒരു വികാരം കൂടി പങ്കുവയ്ക്കാം. അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇത്രയും വർഷത്തിന് ശേഷം കാത്തിരിക്കുന്നത്, ആ കാത്തിരിപ്പിനൊടുവിൽ അവരുടെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, അവരുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. എന്തായാലും കേരള കുംഭമേളയ്ക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അല്പസമയത്തിനകം കൊടി ഉയർത്തും. ഇതിനുള്ള കൊടിമരവും അങ്ങാടിപ്പുറം ആലിപ്പറമ്പ് കളരിയിൽ നിന്നാണ് എത്തിച്ചത്. ആ കാണുന്നത് ആ കൊടിമരം തന്നെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അരവിന്ദൻ,
ഈ സമയത്ത് നമ്മളോടൊപ്പം താനൂർ മഠാധിപതി അതുല്യാമൃത പ്രാണ നമ്മളോടൊപ്പം ചേരുന്നു. ഈ പുണ്യകർമ്മത്തിൽ 2016 മുതൽ ഇതിന് തുടക്കം കുറിച്ചത് അതുല്യാമൃത പ്രാണയാണ്. അവർ നമ്മളോട് സംസാരിക്കുന്നു. എങ്ങനെയായിരുന്നു 2016 മുതൽ നമ്മൾ ആരംഭിച്ച ഒരു ചെറു അരുവിയായി തുടങ്ങി അത് നദിയായി ഒരു മഹാസാഗരമായി തീരുന്ന ഈ കുംഭമേള ഇത്രയും സന്തുക്കളുടെ സാന്നിധ്യം കൊണ്ടും ഇത്രയധികം വളരെ ആചാര്യ അനുഷ്ഠാനങ്ങളോടുകൂടി ഭാരതീയ സംസ്കൃതി സനാതന ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ള മഹത്തായ സന്ദേശവുമായിട്ട് കുംഭമേള ഇന്ന് വളരെ ആചാരാനുഷ്ഠാനത്തോടുകൂടി തന്നെ ആരംഭിക്കുകയാണ്. ഇതിന് ഒരുപാട് ആൾക്കാർ വന്നു ചേരുന്നു. ഒരുപാട് ആൾക്കാരുടെ ഈ സാന്നിധ്യം കൊണ്ട് തന്നെ മഹാകുംഭമേളയായി വരും കാലങ്ങളിലും ഉള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇവിടുത്തെ ഓരോ തരി മണലും ഓരോ തരി വെള്ളവും തീർത്ഥങ്ങളാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രയാണത്തിൽ ലോകമംഗളത്തിനായി നടക്കുന്ന ഈ മോക്ഷഭൂമിയും തപനൂരിൽ നടക്കുന്ന യാഗഭൂമിയും തപസ്വന്നൂരിൽ നടക്കുന്ന താപസന്നൂരിൻ്റെ മണ്ണലും എല്ലാം കൂടി ചേർന്നിട്ട് ഇരുകരകളെയും ആധ്യാത്മികമായി സമ്പുഷ്ടമാക്കിക്കൊണ്ട് ഈ കുംഭമേളയ്ക്ക് ഇന്ന് ധ്വജ ആരോഹണം നടത്തുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആത്മീയ ചൈതന്യം വ്യക്തികളിലും സമാജത്തിലും എല്ലാം ആത്മീയ ചൈതന്യം ഉണർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ കുംഭമേള. അതിന് സാക്ഷ്യം വഹിക്കുകയാണ്. ധർമ്മത്തിൻ്റെ മേളയാണിത്, സംസ്കാരത്തിൻ്റെ മേളയാണിത്, കുംഭമേളയാണിത്. എല്ലാവർക്കും ലോക അനുഗ്രഹത്തിനായി വേണ്ടി സന്തുക്കളെല്ലാം ഇവിടെ എത്തിച്ചേർന്നു. എല്ലാ തീർത്ഥങ്ങളെയും തീർത്ഥങ്ങളാക്കി മാറ്റുന്ന ഈ കുംഭമേള ലോകാനുഗ്രഹത്തിനായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എങ്ങനെയായിരുന്നു ഇത് തുടക്കം? 2016 നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ അന്ന് കൊടുത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ വലുതാകും എന്ന് കരുതിയിരുന്നു? ഇല്ല, 2016 നമ്മൾ 25 പേരോട് കൂടി ചേർന്ന ഒരു ചെറിയ സമിതിയായിരുന്നു. തിരൂർ ദിനേശനോട് ഒപ്പം തന്നെ ഇവിടുത്തെ കമ്മിറ്റിയിലും പരമേശ്വരത്തിൻ്റെ ഓണറും കൂടിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തുടങ്ങി 10-25 പേരോടുകൂടി തുടങ്ങിയതാണിത്. അന്ന് നമുക്കിത് വലുതാകും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ പ്രോഗ്രാമായിട്ടാണ് നടത്തിക്കൊണ്ടുപോയത്. പക്ഷേ ഇവിടുത്തെ ഒരു മഹാശക്തി നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അത് ഇവിടെ വരെ എത്തിച്ച് ഒരു മഹാകുംഭമേളയാക്കി മാറ്റി. അത് നന്മ നിറഞ്ഞൊരു പ്രവൃത്തിയായിരുന്നു, ഒരു ആചരണമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇത്രയൊരു മഹാകുംഭമേളയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതൊക്കെ ഭാഗങ്ങൾ എല്ലാ സന്യാസി സമൂഹം, വിവിധ സാമ്പ്രദായിക സമൂഹം എല്ലാം സന്യാസി വിഭാഗത്തിലെ വിവിധ വിഭാഗങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? അത് കൂടുതൽ ആളുകൾ ഇനി വരും ദിവസങ്ങളിൽ എത്തുമോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും വരും സമയങ്ങളിലെല്ലാം ദിവസങ്ങളിലെല്ലാം തന്നെ ഒരുപാട് സന്തുക്കൾ മഹാമണ്ഡലേശ്വർ സന്യാസി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ, ധാരാളം ആൾക്കാർ ഇവിടെ തീർത്ഥസ്നാനം വരാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ആയിരക്കണക്കിന് ബസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ തിരുനാവായിലും തവനൂരിലും പുണ്യനദിയിൽ സ്നാനം ചെയ്ത് ജന്മപുണ്യം നേടുവാനും കർമ്മപ്രാരബ്ധം നീക്കുവാനും വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോരുത്തരും ഇവിടെ ഒഴുകിയെത്തുകയാണ്. ഈ വരുന്ന ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് പേര് എത്തുന്നുണ്ടല്ലോ. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ക്രമീകരണങ്ങൾ? 10,000 പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതിലൂടെ ഒരു പ്രത്യേക അനുപാതത്തിൽ തന്നെ 200 പേരെ കടത്തി വിട്ടുകൊണ്ട് തന്നെ സ്നാനം ചെയ്യിച്ച് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസങ്ങളും ഇവിടെ യാഗങ്ങളും പൂജകളും ഹോമങ്ങളും തന്ത്രിവര്യന്മാർ, ശ്രേഷ്ഠരായിട്ടുള്ള തപസ്സികൾ തന്ത്രിവര്യന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു യാഗഭൂമിയായിട്ട് മാറുകയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ സാധന ചെയ്ത് സാധാരണക്കാരൻ ഈശ്വരീയ തലത്തിലേക്ക് ഉണരുകയാണ്. ഇവിടെ ഊർജ പ്രവാഹം ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു. ഈ 28 ദിവസത്തെ മാഘമാസത്തിൽ സപ്തനദികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. ഇപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഊർജ പ്രവാഹം തുടങ്ങിക്കഴിഞ്ഞു. കാരണം സന്തുക്കളെല്ലാം ഒഴുകിയെത്തുന്നു, സാധാരണക്കാർ ഒഴുകിയെത്തുന്നു. അതൊരു വലിയൊരു മഹാകുംഭമേളയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. സാമജിക്കാറുള്ളൂ. രാജേഷ്, ഗവർണർ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർ പതാക ഉയർത്തുന്നതിനായി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുന്ന ഈ മഹാമാഘത്തിൻ്റെ ഉത്സവത്തിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം നേരത്തെ പൂർത്തിയായി. ഇപ്പോൾ ഇതാ ധ്വജം ഉയർത്തുന്നതിനായി
കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇവിടേക്ക് എത്തുന്നു. അദ്ദേഹം നൂറ്റാണ്ടുകളായി നിന്നുപോയ 2.5 നൂറ്റാണ്ടിലേറെ കാലമായി നിന്നുപോയ കേരളത്തിൻ്റെ ഒരു മഹോത്സവം, ദക്ഷിണേന്ത്യയുടെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാമാഘ ഉത്സവത്തിൻ്റെ കൊടിയേറ്റ് ഇവിടെ നടത്തുകയാണ്. ഗവർണർ ഇപ്പോൾ പതാക ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ്. സന്യാസിമാരെല്ലാവരും ഉണ്ട്. ഹര ഹര മഹാദേവ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ യാവര രാമചന്ദ്ര പ്രഭു കി ജയ ഹനുമാൻ കി ജയ സദ്ഗുരുനാഥ മഹാരാജ് കി ജയ ഭാരത് മാതാ की जय बोलो भारत माता की जय बोलो भारत माता की जय बोलो भारत माता की जय हर हर महादेव हर हर महादेव पार्वती हर महादेव भारत पुळक्की नर्मदा मैया की जय लीला मैया की जय മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായ നീളാതീരത്ത് തുടക്കമായിരിക്കുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കൊടി ഉയർത്തിയതോടെയാണ് മഹാമാഘ മഹോത്സവത്തിന് തുടക്കമായത്. വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്.